ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു താറാവ് കറിയാണ്. കുട്ടനാടൻ താറാവ് കറി. നമ്മൾ അപ്പത്തിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ റൈസിൻ്റെ കൂടോ ഒക്കെ കഴിക്കാൻ കൊള്ളാവുന്ന ഒരു താറാവ് കറി. അപ്പോൾ എങ്ങനെയാണ് താറാവ് കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ താറാവ് കറി ഉണ്ടാക്കാൻ വേണ്ടി 1 കിലോ താറാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ താറാവിൻ്റെ പുറത്തെ സ്കിന്ന് ചെറുതായിട്ടൊന്ന് കരിച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസിൽ വെച്ചാണ് കരിച്ചത്. നിങ്ങൾക്ക് തീയിൽ വെച്ച് വേണമെങ്കിലും കരിക്കാം. എനിക്ക് തീയത്ത് കരിക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്യാസിലാണ് കരിച്ചത്. ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും നൽകും. ഞാൻ 1 കിലോ ലെഗാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ലെഗാണ് കിട്ടിയത്. എന്നിട്ട് അതിനെ ചെറിയ പീസുകളായിട്ട് കണ്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് ശകലം ഒരു അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. നമ്മൾ നല്ല താറാവ് ഇറച്ചി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ചിക്കനെ അപേക്ഷിച്ച് നല്ല ഹാർഡായിട്ടുള്ളതാണ് താറാവ്. അപ്പം ഇച്ചിരി നാരങ്ങ നീര് ഒഴിച്ച് കഴിയുമ്പോഴത്തേന് നല്ല സോഫ്റ്റായിട്ട്. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മി ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം നാട്ടിലെ താറാവിനൊക്കെ ചിലർ കണ്ടത്തിലെ താറാവിനൊക്കെ ഒരു ചെറിയ മണമുണ്ട്, മുഷിക്ക് മണമുണ്ടെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ തന്നെ ഇതിങ്ങനെ തിരുമ്മി വെച്ച് കഴിയുമ്പോഴത്തേന് ആ മണമെല്ലാം നല്ല പോയി നല്ലൊരു സോഫ്റ്റായിട്ട് വരും. അങ്ങനെ തിരുമ്മി ഒരു മണിക്കൂർ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഞാൻ താറാവ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 സവാള അരിഞ്ഞത്, കുറച്ച് കുഞ്ഞുള്ളി, അരിയേണ്ട കാര്യമില്ല കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നീ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇടിച്ചാണ് ചേർക്കുന്നത്. നല്ല ഗ്രേവിക്കൊക്കെ നല്ലൊരു കൊഴുപ്പ് വരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെ അരിയാതെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അതിനുശേഷം താറാവ് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലയ്ക്കുള്ള സാധനങ്ങൾ ചൂടാക്കി എടുക്കുകയാണ്. ഒരു 2 തക്കോലം, ഒരു 5 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പു, ഒരു 2 ടീസ്പൂൺ വലിയ ജീരകം, 2 ടീസ്പൂൺ കുരുമുളക്, ബ്ലാക്ക് പെപ്പർ, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിനെ പൊടിച്ചെടുക്കുക. ബ്ലാക്ക് പെപ്പർ ഇതിനകത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ വേറെ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, കുരുമുളക് മാത്രം ഉപയോഗിച്ചാണ് ഞാൻ താറാവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്റ്റൈലിലാണ് കുട്ടനാട്ടിലോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് പച്ചക്കുരുമുളക് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. പച്ചക്കുരുമുളക് ഉപയോഗിക്കുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് പച്ചക്കുരുമുളക് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഉണക്ക കുരുമുളകാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ മസാലയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനെ പൊടിച്ച് മാറ്റി വയ്ക്കുക. ഞാൻ അതിനുശേഷം ഒരു പാനിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു ചെറിയ പീസ് കറുകപ്പട്ട പൊടിച്ചതും 2 ബേ ലീഫ് നുള്ളിൽ കയറിയിട്ട് ചൂടാക്കുക. കറുകപ്പട്ടയും ബേ ലീഫും നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി ഇടിച്ചതും വെളുത്തുള്ളി ഇടിച്ചതും പച്ചമുളക് ഇടിച്ചതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കുക. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറിക്കഴിയുമ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാള, അരിഞ്ഞു വെച്ചിരുന്ന സവാള അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ കളർ മാകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക.
നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം തന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല ഈ താറാവ് കറി കുട്ടനാട് സ്റ്റൈലിൽ വെക്കുന്നതിന്. അതുകൊണ്ടാണ് നമ്മൾ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ അളവ് കൂടുതൽ ഉപയോഗിച്ച്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ പച്ചപ്പ് മാറുന്ന വരെ ഇളക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അഡീഷണൽ ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക, ആദ്യമായിട്ട് ഉപ്പിനനുസരിച്ച്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന മസാല, ചൂടാക്കിയ മസാല എല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്തുകൂടെ ഇട്ട് അതിനെ ഒന്നുകൂടെ ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ഞാൻ ഒരു തേങ്ങ പിഴിഞ്ഞതിൻ്റെ 2ാം പാലും 1ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലിനകത്ത് വെള്ളം കൂടുതൽ ചേർത്ത് വേണമെങ്കിലും ഒഴിക്കാം. 2ാം പാലിനകത്ത് ഒരു തേങ്ങ പിഴിഞ്ഞതിൻ്റെ 2ാം പാലിനകത്ത് ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അതും കൂടെ ഈ മസാലയ്ക്കകത്തേക്ക് ചേർത്ത് തിളപ്പിക്കും. 2ാം പാലാണ്, 1ാം പാലല്ല 2ാം പാൽ. അതിനുശേഷം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവിറച്ചി, ഇപ്പം നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന താറാവിറച്ചി ഇതിനകത്തേക്ക് ഇട്ട് വേവിക്കുക. ആ തേങ്ങാപ്പാലിനകത്ത് 2ാം പാലിനകത്ത് കിടന്ന് വേവണം ഇത്, എന്നാലേ അതിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. തേങ്ങാപ്പാലിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് പറ്റണം. ഏകദേശം 1 മണിക്കൂറെങ്കിലും ഇരുന്ന് വേവണം. ഓരോ സ്ഥലത്ത് കിട്ടുന്ന താറാവിൻ്റെ അനുസരിച്ചിരിക്കും. അടച്ച് വെച്ച് വേവിച്ച് പറ്റിച്ചെടുക്കണം. ഞാനൊരു ഏകദേശം 1 മണിക്കൂറോളമാണ് വേവിച്ചത്. പ്രഷർ കുക്കറിനകത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിക്കാം. പക്ഷേ നമ്മളിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നതാണ് കുറച്ച് ടേസ്റ്റ്. ആ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് ശരിക്കും പറ്റി വെന്ത് കിട്ടും. നമുക്ക് കാണാം താറാവിറച്ചി നന്നായിട്ട് വെന്ത് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു 3/4 വേവായി. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കുഞ്ഞുള്ളി മുഴുവനെ അങ്ങ് ഇടുക. ചെറിയ കുഞ്ഞുള്ളിയാണെങ്കിൽ മുഴുവനെ ഇടുക, വലുതാണെങ്കിൽ 2ആയിട്ടൊന്ന് മുറിച്ചിടുക. അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. കംപ്ലീറ്റ്ലി ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് അതിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേന് തേങ്ങാപ്പാൽ 1ാം പാൽ എടുത്ത് വെച്ചിരുന്നത് ഏകദേശം 1 കപ്പ് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ചാൽ മതി. ഇനി അധികം വേവിക്കേണ്ട. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ, ഒന്ന് ചൂടായി തിളച്ച് കഴിയുമ്പോൾ താറാവിറച്ചി റെഡിയാവും. ഒന്ന് തിളച്ചാൽ മതി. നമ്മുടെ താറാവിറച്ചി നന്നായിട്ട് കൊഴുത്ത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കരിവേപ്പിലയും ഉണക്കമുളകും കടുവറുത്ത് ഒഴിക്കുക. അപ്പോൾ അപ്പോഴത്തേന് നമ്മുടെ താറാവിറച്ചി റെഡിയായി. നല്ല ചൂടോടുകൂടി അപ്പത്തിൻ്റെ കൂടോ ചോറിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം. ഈസ്റ്ററിനോ ക്രിസ്മസിനോ ഒക്കെ നല്ലൊരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.